എല്ലാവർക്കും നമസ്കാരം. 2024 ഓഗസ്റ്റ് മാസത്തിൽ ചന്ദ്രനെ കൂടാതെ സൂര്യൻ, ബുധൻ, ശുക്രൻ, ചൊവ്വ എന്നീ ഗ്രഹങ്ങളാണ് രാശി മാറുന്നത്. ഈ മാറ്റങ്ങൾ മൂലം മേടം മുതൽ മീനം വരെയുള്ള 12 കൂറുകൾ ജനിച്ചവർക്ക് ലഭിക്കാൻ പോകുന്ന അനുകൂലവും പ്രതികൂലവുമായ ഫലങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. രാശിഫലങ്ങൾ പൊതുഫലങ്ങളാണ്. ഓരോ വ്യക്തിയുടെയും ജാതകരീതിയിൽ നടക്കുന്ന ദശാപഹാരങ്ങൾക്കനുസരിച്ച് ഇതിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ്. ശരി, എന്നാൽ നമുക്കിനി ഓഗസ്റ്റ് മാസ രാശിഫലങ്ങളിലേക്ക് കടക്കാം. ചിങ്ങക്കൂറിൽ ജനിച്ചവരുടെ ഓഗസ്റ്റ് മാസ രാശിഫലങ്ങളെ നോക്കാം. രാശിയുടനായ സൂര്യൻ മാസം തുടങ്ങുമ്പോൾ 12-ൽ സഞ്ചരിക്കുന്നതിനാൽ അലച്ചിൽ, ക്ഷീണം എന്നിവ അനുഭവപ്പെടും. ആരോഗ്യപരമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ട സമയമാണിത്. സർക്കാർ ജോലിയിലുള്ളവർക്കും രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഇത് അത്ര നല്ല സമയമല്ല. പിതാവിനും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകും. പക്ഷേ 16-ാം തീയതി സൂര്യൻ രാശി മാറിയതിനു ശേഷം ഇതുപോലെയുള്ള ദോഷഫലങ്ങളെല്ലാം മാറുകയും അനുകൂല ഫലങ്ങൾ ലഭിച്ചു തുടങ്ങുന്നതുമാണ്. ധനസ്ഥാന അധിപനായ ബുധൻ മാസാവസാനത്തിൽ വക്രഗതിയിൽ ജന്മരാശിയിൽ നിന്ന് 12-ലേക്ക് മാറുമെങ്കിലും വക്രഗതിയിൽ ബുധൻ സഞ്ചരിക്കുന്നതിനാൽ ദോഷഫലങ്ങൾ പൊതുവെ കുറവായിരിക്കും. മാത്രമല്ല, വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ജോലി ലഭിക്കുവാനും സാധ്യതയുള്ള സമയമാണിത്. 25-ാം തീയതി മുതൽ ശുക്രൻ 2-ാം ഭാവത്തിൽ കേതുവിൻ്റെ കൂടെ ചേർന്ന് സഞ്ചരിക്കുന്നതിനാൽ മറ്റുള്ളവർക്ക് വേണ്ടി ജാമ്യം നിൽക്കുന്നത് പോലെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. 26-ാം തീയതി വരെ ചൊവ്വ വ്യാഴത്തിൻ്റെ കൂടെ ചേർന്ന് 4-ാം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നതിനാൽ സ്ഥലം വാങ്ങുവാനോ അല്ലെങ്കിൽ വാങ്ങിയ സ്ഥലത്ത് വീട് കെട്ടാനോ യോഗമുണ്ടാകും. ശനി വക്രഗതിയിൽ സഞ്ചരിക്കുന്നതിനാൽ കടകശനിയാൽ ഉണ്ടായിരുന്ന ദോഷഫലങ്ങൾ കുറയും. ഓഗസ്റ്റ് 22, 23 ചന്ദ്രാഷ്ടമ ദിനങ്ങളായതിനാൽ പുതിയ കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതും യാത്രകൾ ചെയ്യുമ്പോൾ ജാഗ്രത പാലിക്കുന്നതും നല്ലതാണ്. മൊത്തത്തിൽ നോക്കുമ്പോൾ ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളാണ് ഈ മാസം ചിങ്ങക്കൂറുകാർക്ക് ലഭിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ചിങ്ങക്കൂർ ജനിച്ചവർക്കായുള്ള ഓഗസ്റ്റ് മാസ രാശിഫലങ്ങളെ ഇവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.